ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് ചെടികളും കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് കേട്ടോ. ഇത് പലതരം കളറിലുള്ള കടലാസ് ചെടിയാണ്, ബോഗൻ വില്ലാസാണേ. ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ്. അതിൻ്റെ ഫ്ലവർ കണ്ടോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതൊരു റംബൂട്ടാൻ പ്ലാന്റ് ആണ്. അപ്പം അത് പൂത്ത് വരുന്നുണ്ട് കേട്ടോ. അതൊരു ചെറിയ പ്ലാന്റ് ആണ്. 2 വർഷമായി ഇത് വാങ്ങിച്ച് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ കയറി വരുന്ന ഫ്രണ്ട് സൈഡിലാണ് കേട്ടോ ഇതെല്ലാം നട്ടിരിക്കുന്നത്. നല്ല വെയിലുള്ള സ്ഥലമാണ് ഇവിടെ. ഇതൊരു അൽഫോൻസ എന്ന് പറഞ്ഞ മാവാണ് കേട്ടോ. അതാണ് അൽഫോൻസ എന്ന് പറഞ്ഞാണ് ഞാൻ വാങ്ങിച്ച് വെച്ചത്. അപ്പം കഴിഞ്ഞ തവണ മാങ്ങ 5 എണ്ണം പിടിച്ചായിരുന്നു, പക്ഷേ ഒരെണ്ണം കിട്ടിയുള്ളൂ. ഇപ്പോൾ പൂത്ത് വരുന്നുണ്ട്. ഇത് ബെയർ ആപ്പിൾ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം അത് പൂത്ത് നല്ല രീതിയിൽ പൂക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വാങ്ങിച്ചപ്പോൾ കായുള്ളതായിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ ഇപ്പോൾ ഒരു കാ നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു കാ മാത്രമേ പിടിച്ചുള്ളൂ ഇതുവരെയായിട്ടും. നല്ല വളർന്ന് പോകുന്നുണ്ട്, പക്ഷെ അത് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഇതൊരു മുരിങ്ങയാണ് കേട്ടോ. പക്ഷെ മുരിങ്ങ പൂത്ത് നിൽക്കുന്നുണ്ട്, ഇതുവരെ കായൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതൊക്കെ ഇലച്ചെടികളാണ്. ഇതൊക്കെ ഓറഞ്ച് കളർ ബാൽസാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കുറച്ച് റോസസ് ആണ്. ഇത് കാശ്മീർ റോസാണ് കേട്ടോ. നിറയെ റോസ് പിടിക്കുന്നുണ്ട് അതിൽ. പിന്നെ ഇത് തെങ്ങ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഗംഗാബോണ്ടോ എന്ന് പറഞ്ഞൊരു തെങ്ങ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതും 2 വർഷമായി വാങ്ങിച്ചു വെച്ചിട്ട്. ഇതെല്ലാം റോസാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം അതിൽ പൂ കുറവാണ് കേട്ടോ. പിന്നെ ഇതൊരു ജാമ്പയാണ്. ഇത് ജപ്പാൻ ജാമ്പ എന്നും പറഞ്ഞ് വാങ്ങിച്ചു വെച്ചാണ് കേട്ടോ. ഇത് മിറാക്കിൾ ഫ്രൂട്ട് 2 എണ്ണം പിടിച്ചായിരുന്നു കേട്ടോ. ഒരുപാട് പൂവന്ന് നിൽക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇതിൽ 2 മിറാക്കിൾ ഫ്രൂട്ട് പിടിച്ച് കേട്ടോ. ഇത് നമ്മൾ കഴിച്ചിട്ട് 1 മണിക്കൂറിനകത്ത് പിന്നെ പുളിയുള്ള എന്തെങ്കിലും കഴിച്ചാൽ ഭയങ്കര മധുരമായിരിക്കും എന്നാണ് പറയണത്. അപ്പോൾ ഇതെല്ലാം നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട്. ഇത് പിന്നെ ഇതൊക്കെ റോസാണ് കേട്ടോ. ഇതൊരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ഇതൊരു നാടൻ റോസാണ് കേട്ടോ. ഇഷ്ടം പോലെ പൂ പിടിക്കുന്നുണ്ട് ഇതിൽ. പിന്നെ ഇതെല്ലാം പിന്നെ കടലാസ് ചെടിയാണ് മതിലിൻ്റെ മുകളിലായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ കടലാസ് ചെടിയാണ് കേട്ടോ. ബോഗൻ വില്ലയാണ്. പൂ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ ഇതെൻ്റെ ഒരു കറിവേപ്പിലയാണിത്. പിന്നെ ഇത് ചെറിയൊരു കൃഷിത്തോട്ടമാണ് കേട്ടോ. മുമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പം ഇത്രയേ ഉള്ളു നട്ടിട്ടുള്ളൂ. മുളവും ഇത് പുതിനയില കേട്ടോ. എൻ്റെ പുതിനയിലയാണ്. 2 ചട്ടിയിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് അഡീനിയം വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓർക്കിഡ്, പല കളറിലുള്ള ഓർക്കിഡ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇലച്ചെടികളാണ് കേട്ടോ. ഇത് നല്ല വെയിലായതുകൊണ്ട് നമുക്ക് ഇലച്ചെടികളൊക്കെ പെട്ടെന്ന് ഇതാവും കേട്ടോ. നല്ല ഫ്രണ്ട് മൊത്തം വെയിലാണ്. പിന്നെ നമ്മൾ ഫ്രണ്ടിലാണ് ഇത് നിൽക്കുന്നത്. സൈഡ് ഭാഗത്ത് ആത്തിച്ചക്ക നിൽപ്പുണ്ട് കേട്ടോ. കസ്റ്റാർഡ് ആപ്പിള് നിറയെ കാവന്ന് നിൽപ്പുണ്ട് അതിൽ. നമ്മൾ സിറ്റ് ഔട്ടിൽ കുറച്ച് ഇലച്ചെടികൾ വെച്ചിട്ടുണ്ട്. ചൈന ഡോൾ എന്ന് പറഞ്ഞൊരു ചെടിയാണ് കേട്ടോ. കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. CC പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്.
മണി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇതാണ് കേട്ടോ വ്യൂ. ഫ്രണ്ടിലാണ് കിണർ വന്നിരിക്കുന്നത്. ഇതൊരു മണി പ്ലാന്റ് ഇവിടെ ഇങ്ങനെ ഫ്രണ്ട് സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി പേരയാണ് കേട്ടോ. ഇതെല്ലാവരും കാണുന്നെങ്കിൽ വാങ്ങിച്ചു വയ്ക്കണം. കാരണം ഇത് നിറയെ പേരയ്ക്ക പിടിക്കും. എപ്പോഴും കാണും കേട്ടോ അതിൽ പേരയ്ക്ക. ഇപ്പോൾ പൂത്തും നിൽപ്പുണ്ട്, ഒരുപാട് പിടിച്ച് നിൽപ്പുണ്ട്. വെരിഗേറ്റഡ് പേരയാണ് കേട്ടോ. അതായത് ഇല, അതിൻ്റെ ലീഫ് കണ്ടോ, അതും ഒരു കളറ്. അതുപോലെ ആ പേരയ്ക്ക് ആ കളറാണ്, ഒരു വൈറ്റ് കളറും കൂടെ ചേർന്നിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ്. പിങ്ക് കളറാണ്. ഇതൊക്കെ കുറച്ച് റോസ് വെറൈറ്റീസാണ്. പിന്നെ ഇത് സീഡ്ലെസ് ലെമണാണ് കേട്ടോ. ഞാൻ ബക്കറ്റിലാണ് വെച്ചേക്കുന്നത്. അപ്പം നിറച്ച് കാ പിടിച്ച് നിൽപ്പുണ്ട്. ബക്കറ്റിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ഒരു കമ്പി കൊടുത്തിട്ട് നമ്മൾ പാഷൻ ഫ്രൂട്ടൊക്കെ പടത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിലൊരു പപ്പായ മരമുണ്ട്. ഇതൊരു ബാൽസത്തിൻ്റെ ഒരു കളറാണ്. ഇവിടെ അഗസ്ത്യ ഉണ്ടായിരുന്നു കേട്ടോ, റെഡ് കളർ അഗസ്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ മുറിച്ച് കളഞ്ഞു. അപ്പോൾ പിന്നെ അതിൻ്റെ വിത്ത് വീണ് ഇപ്പോൾ പിടിച്ച് നിൽപ്പുണ്ട്. ഇതൊരു CC പ്ലാന്റാണ്. ഇതൊക്കെ ഞാൻ ഇല കൊണ്ടുവന്ന് അതിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്ത് വെച്ച് അങ്ങനെ പിടിച്ചതാണ് കേട്ടോ. ഇതൊരു ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് കേട്ടോ. ഇതൊരു സൂപ്പർ റോസയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട റോസയാണിത്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. ഇത് കുറച്ച് അടീനിയാണ്. ഇത് നമ്മൾ വിത്ത് കൊണ്ടുവന്ന് പിടിച്ചതാണ് കേട്ടോ. അതാണ് എല്ലാം ഒരേ കളറേ ഉള്ളൂ, റോസ് കളറാണ്. പക്ഷേ ഇതെല്ലാം ഒരു വർഷം ആയപ്പോൾ തന്നെ എല്ലാം പൂത്തു. ഇത് ഈ വൈറ്റ് കളർ വന്നതെന്ന് വെച്ചാൽ ഈ റോസ് കളറ് എല്ലാം കൂടെ അടുപ്പിച്ച് നിന്നപ്പോൾ എന്തോ ഒരു ക്രോസ് പോളിനേഷൻ നടന്നിട്ടാണെന്ന് വൈറ്റ് കളർ വന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കുഞ്ഞൊരു ഗാർഡൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.